കേരളം മലമുകളിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ കൊണ്ടും കുരിശുമലകൾ കൊണ്ടും സമൃദ്ധമാണ്. ഇപ്രകാരം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്തിന് സമാന്തരമായി വ്യാപിച്ചു കിടക്കുന്ന സഹ്യപർവ്വത നിരകളുടെ ഹൃദയഭാഗത്താണ് പ്രസിദ്ധമായ വാഗമൺ കുരിശുമല. ഹരിതഭംഗിയാലും അതുല്യ ഭംഗിയാർന്ന ദൃശ്യ സൗന്ദര്യത്താലും ധന്യമായ പുണ്യസ്ഥലം. ബഹുമാനപ്പെട്ട തയ്യിൽ എസ്തപ്പാനച്ചൻ കരിമ്പാറകളുടെ മീതെ കണ്ട അത്യുജ്വല പ്രകാശം, താൻ കണ്ട പ്രകാശപൂരത്തിന്റെ കാരണം പിഞ്ചെന്ന് ഒടുവിൽ ഒരു വലിയ നോമ്പിന്റെ ആദ്യ വെള്ളിയാഴ്ച മലമുകളിൽ നാട്ടിയ കുരിശിൽ നിന്നും ആരംഭിക്കുന്നു വാഗമൺ കുരിശുമലയുടെ ചരിത്രം. ഇന്നത് ആയിരങ്ങൾ ഒഴുകിയെത്തുന്ന കേരളത്തിലെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ക്രൈസ്തവ സമൂഹം തങ്ങളെ തന്നെ ഒരുക്കുന്ന ഒരു പുനരുജ്ജീവനത്തിന്റെ കാലഘട്ടമാണ് വലിയ നോമ്പ്. നമ്മുടെ രക്ഷകന്റെ പീഡാനുഭവങ്ങളെ അനുസ്മരിക്കുന്ന കുരിശിന്റെ വഴി ആചരണം ഈ ഒരുക്കത്തിൽ ഓരോ വിശ്വാസിയെയും സഹായിക്കുന്നു. ഇത്തരത്തിൽ വലിയ നോമ്പിന്റെ പുണ്യത്തിൽ മുഴുകി ആയിരക്കണക്കിന് വിശ്വാസികളാണ് വാഗമണിലെ കുരിശുമല കയറാൻ ഒഴുകിയെത്തുന്നത്. കോട്ടയത്തിന്റെയും ഇടുക്കിയുടെയും അതിർത്തിയിലായി സ്ഥിതി ചെയ്യുന്ന വാഗമൺ കുരിശുമല പാലാരൂപതയുടെ കീഴിലുള്ള വാഗമൺ പള്ളിയുടെ ഭാഗമായ കുരിശുമലയാണ്. കഴിഞ്ഞ 100 വർഷമായി വിശ്വാസികൾ ക്രൂശിതനെ അനുഗമിച്ചുകൊണ്ട് തങ്ങളുടെ വിശ്വാസ പ്രഘോഷണത്തിന്റെ ഭാഗമായി വാഗമണിലെ ഈ കുരിശുമലയുടെ ഉയരങ്ങളിലേക്ക് മലകയറ്റം നടത്തുന്നു. പ്രിയമുള്ളവരെ, വാഗമൺ കുരിശുമലയിലേക്ക് നിരവധി തീർത്ഥാടകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ഈ വിശുദ്ധ വാരത്തിൽ ഒത്തിരിയേറെ തീർത്ഥാടകർ കുരിശുമലയിലേക്ക് വരുന്നുള്ള വളരെ സന്തോഷകരമാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടാണ്, സഹിക്കാനുള്ള ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കുരിശിൻ്റെ വഴിയിലൂടെ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് നിരവധി ആളുകൾ എത്തിച്ചേരുന്നു. പ്രിയമുള്ളവരെ, പീഡാനുഭവത്തിൻ്റെ ഈ അവസരത്തിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നിരവധിയായ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ലോകത്തിൽ സമാധാനം കൈവരിക്കുന്നതിനും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ ഈശോയാൽ സാക്ഷ്യപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ സമാധാനത്തിലൂടെ നമുക്ക് ജീവിക്കാനുള്ള എല്ലാ ദൈവാനുഗ്രഹവും ഈ കുരിശിൻ്റെ വഴിയിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്കറിയാം, ഏതാണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി പൊക്കത്തിലുള്ള ഈ വാഗമൺ മലനിരയിലേക്ക്, തീക്കോയി വഴിയുള്ള ഈ മലനിരകളിലേക്ക് നിരവധി ആളുകൾ ഈ അവസരത്തിൽ മല കയറാനുണ്ട്. ഞാൻ എല്ലാ വർഷവും 40-ാം വെള്ളിയാഴ്ചയും അതോടൊപ്പം തന്നെ തീക്കോയി ഇടവകയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട വികാരിച്ചനും കൊച്ചച്ഛനും ചേർന്ന് ഞങ്ങൾ ഒത്തിരിയേറെ വിശ്വാസികൾ കുരിശുമല കയറാറുണ്ട്. ഞാൻ തീക്കോയി ഇടവകയിൽ നിന്നാണ്. എല്ലാ വർഷവും 40-ാം വെള്ളിക്ക് മുമ്പുള്ള വെള്ളിയാഴ്ച തീക്കോയി മംഗളഗിരി ഇടവകകൾ സംയുക്തമായിട്ട് കുരിശിൻ്റെ വഴി ഇവിടെ നടത്താറുണ്ട്. വളരെ ആത്മീയ ചൈതന്യം പകരുന്ന ഒരു കാര്യമാണ്. ധാരാളം ആളുകൾ പങ്കെടുക്കുന്നു. ഈ വർഷം തീക്കോയിൽ നിന്നും ഏതാണ്ട് 400-500 ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. പല വാഹനങ്ങളായിട്ട് അവരെത്തിയിട്ടുണ്ട്. ഇവിടെ എത്തി ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റിവെക്കുകയും അതുപോലെ ഇവിടെ നിന്നും ആത്മീയ ചൈതന്യം നേടി അനുഗ്രഹങ്ങൾ, ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ച് മടങ്ങുകയുമാണ് ചെയ്യുക. ഈ ഒരു കുരിശുമല കയറ്റം, കുരിശിൻ്റെ വഴി എല്ലാവരും വളരെ ഒരു നിയോഗമായി എടുത്ത് ചെയ്യുന്ന, എല്ലാ വർഷവും ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട്, സാക്ഷ്യപ്പെടുത്തലുകളുണ്ട്. ഇത് ഈ വാഗമൺ ഇടവകയാണ് നേതൃത്വം കൊടുത്ത് ഈ കാര്യങ്ങൾ ക്രമീകരിക്കുക. അതിലും ഞങ്ങൾക്ക് ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. വാഗമൺ ഇടവക അംഗങ്ങളെ പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുകയാണ്. എല്ലാ ക്രമീകരണങ്ങളും ഭംഗിയായിട്ട് ചെയ്ത് ഈ മലമുകളിൽ എത്തുവാനും അതുപോലെ ഇവിടെ ഇപ്പോൾ വിശുദ്ധ കുർബാന ആരംഭിക്കാൻ പോവുകയാണ്. കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് പള്ളി നിറഞ്ഞ് പള്ളിക്ക് ചുറ്റും എല്ലാം ആളുകൾ നീങ്ങിക്കൂടിയിട്ടുണ്ട്. അത്രയധികം ഭക്തജനങ്ങൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. വളരെ ആത്മീയ ഉണർവ് പകരുന്ന ഒരു കാര്യം തന്നെയാണിത്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ ഈ പ്രോഗ്രാം നടക്കുന്നു. അതിൽ ഇന്ന് തീക്കോയും മംഗളഗിരിയും ആണ് ഇവിടെ പങ്കെടുക്കുക. എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. കൂടുതൽ ദൈവാനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് കൂടുതൽ ആളുകൾ ഈ മലമുകളിലേക്ക് എത്തട്ടെ. ഈശോയുടെ പീഡാസനത്തിൻ്റെ ഓർമ്മ ഒതുക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഓർമ്മ ആചരിച്ചുകൊണ്ട് കുരിശിൻ്റെ വഴി നടത്തുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. മനുഷ്യവംശം മുഴുവനും വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ടവന്റെ കാൽപ്പാടുകളെ പിഞ്ചെന്ന് കുരിശുമല കയറി സൗഖ്യം പ്രാപിക്കാൻ വാഗമണിലെ കുരിശുമലയിൽ ഈ നോമ്പുകാലത്തിൽ വിശ്വാസ സമൂഹത്തിനായി പ്രത്യേക അവസരങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. ഫെബ്രുവരി 20 നോമ്പുകാലത്തിലെ 5-ാം വെള്ളിയാഴ്ച ആരംഭിച്ച തിരുക്കർമ്മങ്ങൾ ഏപ്രിൽ 19 8-ാം ഇടത്തിനാണ് അവസാനിക്കുന്നത്. ിന്റെ എല്ലാ വെള്ളിയാഴ്ചകളിലും കല്ലില്ലാ കവലയിൽ നിന്ന് ആരംഭിക്കുന്ന ആഘോഷമായ സ്ലീവാപാത മലമുകളിലെത്തി പരിശുദ്ധ കുർബാനയോടെ സമാപിക്കുന്നു. ഏപ്രിൽ 12 പുതുഞായർ ദിനത്തിലെ തിരുക്കർമ്മങ്ങൾക്ക് പാലാരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് മുഖ്യ കാർമ്മികനാകും. വലിയ നോമ്പിന്റെ പുണ്യദിനങ്ങളിൽ ഈ മലമുകളിലേക്ക് കടന്നുവരുവാൻ ഓരോ വിശ്വാസിയെയും വാഗമൺ ഇടവക വികാരി ഫാദർ ജോസഫ് ആലായിക്കൽ പ്രത്യേകം ക്ഷണിച്ചു. ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ,
പുണ്യപുരാതനമായ വാഗമണ്ണ് കുരിശുമലയിലേക്ക് നിങ്ങളേവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാലാരൂപതയിലെ തന്നെ ആദ്യത്തെ, അല്ല കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ കുരിശുമലകളിൽ ഒന്നാണ് വാഗമണ്ണ് കുരിശുമല. ഈ വർഷം 122ാമത് 40ാം വെള്ളി ആചരണ ഈ കുരിശുമലയിൽ നടക്കുമ്പോൾ കുരിശുമലയിലേക്ക് എല്ലാ ഭക്തവിശ്വാസികളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ മലയിൽ വരുവാനും ഇവിടെ വന്ന് കുരിശിന് വഴി പങ്കെടുത്തുകൊണ്ട് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് എനിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ 40ാം വെള്ളി ആചരണം നമ്മൾ പ്രത്യേകമായിട്ട് നടത്തുകയാണ്. അപ്പോൾ വാഗമണ്ണ് കുരിശുമലയെ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ട് നിങ്ങളെ 40ാം വെള്ളിയാഴ്ച സ്വാഗതം ചെയ്യുകയാണ്. രാവിലെ 9 മണിക്ക് കല്ലിലാക്കവലയിൽ നിന്നും ആഘോഷമായ കുരിശിന് വഴി ചൊല്ലി മുകളിലത്തെ പള്ളിയിൽ നമ്മളെത്തുകയും ഇവിടെ 9:30-ക്ക് വിശുദ്ധ കുർബാനയും അതേ തുടർന്ന് നേർച്ച കഞ്ഞി വിതരണവും മറ്റ് ശുശ്രൂഷകളും നടക്കുകയാണ്. അപ്പോൾ ഈ ശുശ്രൂഷയിലേക്കും തുടർന്ന് ദുഃഖ വെള്ളിയാഴ്ചയും പുതു ഞായറാഴ്ചയുമുള്ള എല്ലാ തിരുനാൾ ആചരണങ്ങളിലേക്കും എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ നോമ്പുകാലത്തെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ രാവിലെ 9 മണിക്ക് ആഘോഷമായ വിശുദ്ധ കുരിശിൻ്റെ വഴി താഴെ നിന്ന് ചൊല്ലി മുകളിലേക്ക് എത്തുകയും മേളിൽ വിശുദ്ധ ബലിയർപ്പിക്കുകയും അതേ തുടർന്ന് വരുന്ന എല്ലാവർക്കും നേർച്ച കഞ്ഞി വിതരണവും നമ്മൾ പതിവായിട്ട് നടത്തുന്നുണ്ട്. ഒപ്പം ഈ നോമ്പുകാലത്ത് എല്ലാ രാത്രികാലങ്ങളിലും മലയിൽ കയറാനുള്ള സൗകര്യവും നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ സൗകര്യങ്ങളെല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്ന കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ പുതു ഞായർ തിരുനാൾ ഇവിടെ വളരെ മനോഹരമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. അന്നേ ദിവസം രാവിലെ 6:30 മുതൽ മേളിലത്തെ പള്ളി ഇടപെടാതെ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. രാവിലെ 10 മണിക്ക് താഴെ കല്ലിലാക്കവിൽ പാലാരൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറിങ്ങാട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും സന്ദേശം നൽകുകയും ചെയ്യുന്നു. ആ പുതു ഞായർ തിരുനാളിലേക്കും നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അവന്റെ ക്ഷതങ്ങളാൽ സൗഖ്യം പ്രാപിക്കാനും അവിടുത്തെ നോക്കി പ്രകാശിതരാകാനും ആഗ്രഹിച്ചുകൊണ്ട് ഏവർക്കും ക്രൂശിതനെ അനുഗമിക്കാം. ഈ നോമ്പുകാലത്തിൽ പുതിയ സൃഷ്ടികളായി രൂപാന്തരപ്പെടാം. ചേർച്ച് ഡെസ്ക് ഷിക്കേനാനോസ്.